ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ അവസാന നിമിഷം വരെ വിശ്വസ്തരായി ദൈവസന്നിധിയിൽ ആയിരിക്കുക. തീർച്ചയായും നമ്മുടെ ശത്രുക്കളുടെ എല്ലാ പദ്ധതികളിൽ നിന്നും കർത്താവ് നമ്മെ രക്ഷിക്കും. അവിടുന്ന് നമ്മെ സഹായിക്കും. ഈ രാത്രിയിൽ ഹൃദയം വേദനിച്ചിരിക്കുന്ന ഓരോരുത്തർക്കും അവിടുത്തെ സാന്ത്വനവും ആശ്വാസവും ലഭിക്കും. ശത്രുവിൻ്റെ എല്ലാ തന്ത്രങ്ങളെയും കർത്താവ് തകർത്ത് കളയും. കർത്താവ് നമ്മുടെ ജീവനെ സംരക്ഷിക്കുകയും നമ്മുടെ അനുഗ്രഹങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതിനാൽ ഏത് അവസ്ഥയിലും ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ആയിരിക്കുക. ഈ രാത്രിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. തീർച്ചയായും കർത്താവ് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച് നിങ്ങളെ അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 74:18 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ, ശത്രു എങ്ങനെ അവിടുത്തെ നാമത്തെ അധിക്ഷേപിക്കുകയും അധർമ്മികൾ എങ്ങനെ അതിനെ നിന്ദിക്കുകയും ചെയ്യുന്നു എന്ന് ഓർക്കണമേ. അങ്ങയുടെ പ്രാവിൻ്റെ ജീവനെ വന്യമൃഗത്തിന് വിട്ടുകൊടുക്കരുതേ. അങ്ങയുടെ ദരിദ്രരുടെ ജീവനെ എന്നേക്കും മറക്കരുതേ. അങ്ങയുടെ ഉടമ്പടിയെ പരിഗണിക്കണമേ. ഭൂമിയുടെ ഇരുണ്ട ഇടങ്ങളിൽ അക്രമം കൂടിയിരിക്കുന്നു. മർദ്ദിതർ ലജ്ജിതരാകാൻ സമ്മതിക്കരുതേ. ദരിദ്രരും അഗതികളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കട്ടെ. ദൈവമേ, ഉണർന്ന് അങ്ങയുടെ ന്യായം വാദിച്ചുറപ്പിക്കണമേ. ദുഷ്ടർ എങ്ങനെ അങ്ങയെ നിരന്തരം അധിക്ഷേപിക്കുന്നു എന്ന് ഓർക്കണമേ. അങ്ങയുടെ ശത്രുക്കളുടെ ആരവം, അങ്ങയുടെ വൈരികളുടെ തുടർച്ചയായ അട്ടഹാസം മറക്കരുതേ. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് പകൽക്കാലം മുഴുവനും അങ്ങ് ഞങ്ങളെ നയിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവനെ സംരക്ഷിച്ചതിനെയും ഞങ്ങളെ കാത്തു പരിപാലിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളെ ഓരോ നിമിഷവും അങ്ങയുടെ ദൃഷ്ടി ഉറപ്പിച്ച് വഴി നടത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ അവസ്ഥകളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ശരീരത്തിൻ്റെ അസ്വസ്ഥതകളെ, രോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മനസ്സിനേറ്റ വേദനയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ എല്ലാ വ്യഥകളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങൾക്കുണ്ടായ എല്ലാ വേദനാജനകമായ കാര്യങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഉദ്ദേശശുദ്ധിയെ അങ്ങേക്ക് അറിയാമല്ലോ. ദൈവമേ, ഞങ്ങളുടെ ഉദ്ദേശശുദ്ധിയെ തെറ്റിദ്ധരിച്ചവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്കെതിരെ തെറ്റിദ്ധാരണയുള്ള എല്ലാവരുടെയും ഹൃദയത്തെ അവിടുന്ന് പരിശോധിക്കണമേ. ദൈവമേ, അങ്ങ് ഞങ്ങളിലൂടെ പ്രവർത്തിക്കണമേ. ഞങ്ങൾ സംസാരിക്കുമ്പോൾ, ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ളവർ ഞങ്ങളെ തെറ്റിദ്ധരിക്കാൻ അവിടുന്ന് ഇടയാക്കരുതേ. അതുപോലെ മറ്റുള്ളവരുടെ വാക്കുകളെ, പ്രവർത്തനങ്ങളെ ഞങ്ങളും തെറ്റിദ്ധരിക്കാതിരിക്കാൻ അവിടുത്തെ ജ്ഞാനത്താൽ ഞങ്ങളെ ഓരോ നിമിഷവും വഴി നടത്തണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ എപ്പോഴും നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്യണമേ. എല്ലാം അതതിൻ്റെ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും അങ്ങയോട് കൂടെ ആലോചന ചോദിച്ച് ഓരോ കാര്യങ്ങളും തീരുമാനമെടുക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളെയും ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളെ മനസ്സിലാക്കാതെ ഞങ്ങളിൽ നിന്ന് വേർവിട്ടു പോയവരെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങ് എല്ലാം ഞങ്ങൾക്ക് നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും അവൻ്റെ പദ്ധതിക്കായി വിളിക്കപ്പെട്ടിരിക്കുന്നവർക്കും എല്ലാം നന്മയ്ക്കായി മാറ്റിത്തീർക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ വാഗ്ദാനങ്ങളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ രാത്രിയിൽ കർത്താവേ, അങ്ങയുടെ വാഗ്ദാനങ്ങൾ ഓരോന്നും ഞങ്ങളെ നയിക്കട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് നന്മയോ തിന്മയോ എന്ന് തോന്നിയ എല്ലാ കാര്യങ്ങളെയും പ്രതി ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ നീതിയും ന്യായവും ഞങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അവസാന നിമിഷം വരെ ദൈവത്തോട് വിശ്വസ്തത കാണിക്കുവാൻ, ദൈവത്തെ സ്നേഹിക്കുവാൻ, ദൈവത്തെ അനുസരിക്കുവാൻ, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് നയിക്കപ്പെടുന്നതിന്
വഴി നടക്കുവാൻ കർത്താവെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഈ രാത്രിയിൽ അഭിഷേകം ചെയ്യണമേ. ഈ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ എല്ലാ മുറിവുകളെയും ദുഃഖവും വേദനയും അകറ്റി ഞങ്ങൾക്ക് സൗഖ്യവും വിടുതലും നൽകി ശരീരത്തിൻ്റെ എല്ലാ അസ്വസ്ഥതകളും രോഗപീഠകളും തളർച്ചയും ക്ഷീണവും മറ്റ് സന്ധിവേദനകളും ശരീരത്തിൻ്റെ എല്ലാ രോഗങ്ങളെയും മറന്ന് കർത്താവെ വേദന മറന്ന് അസ്വസ്ഥത മറന്ന് സുഖമായി ദൈവസന്നിധിയിൽ ഉറങ്ങുവാൻ ഞങ്ങൾക്ക് ആശ്വാസകരമായ ഉറക്കം നൽകണമേ. എല്ലാത്തിനും ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. തക്ക സമയത്ത് ദൈവനാമത്തിന് സ്തുതികൾ ആലപിക്കുന്നതിന് ദൈവമേ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. വീണ്ടും പ്രഭാതത്തിൽ ഉണർന്ന് ദൈവത്തിന് നന്ദി പറയുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്തുകൊള്ളണമേ. ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. കർത്താവെ, ദുഷ്ടാരൂപികൾ ഞങ്ങളെയോ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയോ ഭവനത്തെയോ സ്വാധീനിക്കാൻ അവിടുന്ന് അനുവദിക്കരുതേ. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ ദൈവമായ കർത്താവാണ്. അങ്ങയുടെ ആലയമായ ഞങ്ങളുടെ ശരീരത്തെ അവിടുന്ന് പവിത്രീകരിക്കണമേ. കർത്താവെ, യാതൊരു ദുഷ്ടാരൂപികളും ഞങ്ങളെ സ്പർശിക്കാൻ സ്വാധീനിക്കാൻ ഞങ്ങളെ പ്രലോഭിപ്പിക്കുവാൻ അവിടുന്ന് അനുവദിക്കല്ലേ. അങ്ങയുടെ ശക്തരായ ദൂതരെ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഭവനത്തിനു ചുറ്റും കാവൽ നിർത്തണമേ. കർത്താവെ, ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ചിന്തിക്കുന്നത് സംസാരിക്കുന്നതെല്ലാം അങ്ങയുടെ നാമ മഹത്വത്തിനു വേണ്ടി ആയിത്തീരട്ടെ. ഈശോയെ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കാരുണ്യത്താൽ അവരെ മറച്ചുകൊള്ളണമേ. അവരുടെ എല്ലാ നിയോഗങ്ങൾക്കും ഇന്ന് ഈ രാത്രിയിൽ അത്ഭുതകരമായി അവിടുന്ന് ഇടപെട്ട് അവരുടെ ഹൃദയത്തെ സാന്ത്വനിപ്പിക്കണമേ, ആശ്വസിപ്പിക്കണമേ. അവർക്ക് സന്തോഷവും സമാധാനവും നൽകി വിജയം നൽകി അവരുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് ഇടപെടുന്നു എന്ന വിശ്വാസത്തോടെ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവ്വമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും മഹാമാരികളിൽ നിന്നും ദുഷ്ടൻ്റെ ആധിപത്യങ്ങളിൽ നിന്നും ദുഷ്ടാരൂപികളുടെ സ്വാധീനങ്ങളിൽ നിന്നും നമ്മെ ഏവരെയും കാത്ത് സംരക്ഷിച്ച് സുഖമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം, അനുഗ്രഹം, മധ്യസ്ഥം നമ്മോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.